ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നിങ്ങളുടെ സിലബസ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടുള്ള ഈ ഒരു ഭാഗത്തുനിന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അപ്പം അത് നമുക്കൊരു മാക്സിമം 2 ക്ലാസ്സിനുള്ളിൽ തീർക്കാം. പക്ഷെ അതിലും തീർന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3ാമത്തെ ക്ലാസ്സും കൂടെ എടുത്തിട്ട് തീർക്കാം. ഓക്കെ, അപ്പം സമയം കളയണ്ട, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാക്സിൻ അഗെയിൻസ്റ്റ് TB. ഓക്കെ, ട്യൂബർകുലോസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ടെറ്റനസ് വാക്സിൻ, BCG വാക്സിൻ, MMR വാക്സിൻ ആൻഡ് DPT വാക്സിൻ. അപ്പം TBക്ക് എതിരെയുള്ള വാക്സിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് അറിയാമോ? ട്യൂബർകുലോസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. BCG വാക്സിൻ. വെരി ഗുഡ്, വെരി ഗുഡ്. BCG വാക്സിൻ ആണ് കറക്റ്റ്. അപ്പൊ നമുക്ക് കുറച്ച് ആ ഒരു പാർട്ടിലെ എക്സ്പ്ലനേഷനോടെ നോക്കിയിട്ട് പോകാം. അപ്പൊ BCG മീൻസ് ബാസിലെ കാൽമറ്റെ ഗ്വെറിൻ എന്നാണ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ബിക്കോസ് ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയാണ്. ഇൻ കേസ് നമ്മളോട് BCG നല്ല തന്നിട്ടുള്ളത്, ഓക്കെ, BCGയുടെ ഡെഫിനേഷൻ വരുന്ന കുറെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏതാണ് മാർക്ക് ചെയ്യേണ്ടത്? ബാസിലെ കാൽമറ്റെ ഗ്വെറിൻ എന്ന ഓപ്ഷൻ ആണ്. It's a live vaccine that's made from a weakened form of bacteria that causes TB. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് ഗിവൺ ടു ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ ഇൻ കൺട്രീസ് വെയർ TB is common. ഇനി US-ലാണെങ്കിൽ BCG is only considered for the people who meet specific criteria and in consultation with a TB expert. ഇനി ഇതിന്റെ ബെനിഫിറ്റും റിസ്ക്കും എന്താണെന്ന് കൂടെ നോക്കാം. BCG is effective in preventing children from contracting severe disseminated TB or TB meningitis. ഇപ്പൊ TB ആൻഡ് TB മെനിഞ്ചിറ്റിസ് നിങ്ങൾ നോട്ട്സിൽ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. TB മെനിഞ്ചിറ്റിസ് എന്താണ്? മെനിഞ്ചിറ്റിസ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ TB മെനിഞ്ചിറ്റിസ് ഈ TBയിൽ തന്നെ വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. അപ്പോൾ ഇതിന് രണ്ടിനും അഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു വാക്സിൻ ആണ് BCG വാക്സിൻ. The vaccine's protection weakens over time. BCG can cause a false positive TB skin test reaction. BCG is a live vaccine that contains weakened bacteria, so it can cause side effects like hardness at the injection site. ഇനി BCG നെയിം ചെയ്തത് ഡോക്ടർ ആൽബർട്ട് കാൽമറ്റ് ആൻഡ് ഡോക്ടർ കാമിലെ ഗോരൻ. അപ്പൊ അതിൽ നിന്നാണ് ആ BCG എന്നുള്ള നെയിം വന്നിട്ടുള്ളത്. അപ്പോൾ TB എന്താണ്? ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണെന്ന് അറിയാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ ദാറ്റ് അഫക്ട്സ് ലങ്സ് ആൻഡ് സംടൈംസ് അതർ പാർട്സ് ഓഫ് ദ ബോഡി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ട്യൂബർകുലിൻ ടെസ്റ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഓപ്ഷൻസ്: ക്ലെമൻസ് വോൺ പെർക്വറ്റ്, ലൂയിസ് പാസ്റ്റർ, എഡ്വാർഡ് ജെനർ, നൺ ഓഫ് ദി അബവ്. ഇതിന്റെ ആൻസർ അറിയാമോ? ട്യൂബർകുലിൻ ടെസ്റ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലെമൻസ് വോൺ പെർക്വറ്റ് ആണ്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനോട് നോക്കാം. ക്ലെമൻസ് വോൺ പെർക്വറ്റ് ഡിസ്കവേർഡ് ദ ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ് ഇൻ 1908. അപ്പോൾ ഇയർ ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റണം. 1908 സയന്റിസ്റ്റ് ഈ ഒരു ടെസ്റ്റ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഇത് എന്തിനാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇത് ഈ ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ് ഐഡന്റിഫൈസ് പീപ്പിൾ ഹു ഹാവ് ഹാഡ് tuberculosis in the past. The test involves scratching a drop of tuberculin into the skin. A red raised area at the injection site indicates tuberculosis. This is called Perquet's reaction. അപ്പോൾ ആ റിയാക്ഷൻ എന്താന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. വോൺ പെർക്വറ്റ് വാസ് ആൻ ഓസ്ട്രിയൻ പീഡിയാട്രീഷ്യൻ ആൻഡ് സയന്റിസ്റ്റ് ഹു വാസ് എ ലീഡർ ഇൻ ദ ഫീൽഡ് ഓഫ് ഇമ്മ്യൂണോളജി. ഹി ഓൾസോ കോയിൻഡ് ദ ടേം അലർജി in 1906. ഈ സയന്റിസ്റ്റിന്റെ അതർ കോൺട്രിബ്യൂഷനോടെ നോക്കുക. ഹി പൈനിയർഡ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ, ന്യൂട്രീഷണൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ആസ്പെക്ട്സ് ഓഫ് പീഡിയാട്രിക്സ്. ഹി വാസ് എ ബേസിക് റിസർച്ചർ ആൻഡ് ടീച്ചർ അറ്റ് ദ വേന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. ഹിസ് വർക്ക് ഇൻഫ്ലുവൻസ് ദ ഫീൽഡ്സ് ഓഫ് ഇമ്മ്യൂണോളജി, ബാക്ടീരിയോളജി ആൻഡ് അലർജോളജി. ആൻഡ് ട്യൂബർകുലിൻ ഡിസ്കവർ ചെയ്തിട്ടുള്ളത് റോബർട്ട് കോച്ച് ആണ്. ഇൻ 1890 ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പാട്ടിൽ ഓർക്കാം. Next question. What is the half-life of insecticide-treated bed nets? Insecticide-treated bed netsന്റെ ഹാഫ് ലൈഫ് എത്രയാണ് ഏകദേശം? ഹാഫ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ഇൻസെക്ടിസൈഡിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഹാഫ് ലൈഫ് പറയുന്നത്. അതായത്
നമ്മളിപ്പോൾ ഒരു എമൗണ്ട് ഓഫ് ഇൻസെക്ടിസൈഡ് അതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഓർ അതിന്റെ എന്തെങ്കിലും മെയിൻ പോർഷൻ നമ്മൾ ആ ഇൻസെക്ടിസൈഡ് പാർട്ടിൽ പറയുന്ന അതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് എടുക്കുകയാണെങ്കിൽ ആ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഹാഫ് ആകാൻ എടുക്കുന്ന ടൈമിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു ഇൻസെക്ടിസൈഡ് ട്രീറ്റഡ് ബെഡ് നട്ട്സിന് ജനറൽ ആയിട്ട് പറയുന്ന ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 6 months ആണ്. ഓക്കെ, 6 months ആണ് ഹാഫ് ലൈഫ് ഓഫ് ഇൻസെക്ടിസൈഡ് ട്രീറ്റഡ് ബെഡ് നട്ട്സ്. അപ്പം insecticide treated bed nets ITNs are designed to be effective for years without the need for retreatment ആവശ്യമില്ലാത്ത ഒരു ടെക്നിക്കാണ്. Unlike conventional nets that need to be retreated every 6 to 12 months. ഇപ്പോൾ സാധാരണ കൺവെൻഷണൽ നെറ്റ്സിനൊക്കെ 6 to 12 months റീട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. This is because ITNs contain insecticide that are embedded in or coated onto the fibers. The WHO recommends that national malaria programs distribute long-lasting insecticide-treated bed nets or LLINS. LLINS can provide effective insecticide protection for up to 3 years. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, LLIN എന്താണെന്ന് നോക്കിയത് WHO ആണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഹോൾസ് പെർ സ്ക്വയർ ഇഞ്ച് ഓഫ് മൊസ്കിറ്റോ നെറ്റ്സ്? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നോളജ് ആണ്. ഇവിടെ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, മിനിമം നമ്പർ ഓഫ് ഹോൾസ് പെർ സ്ക്വയർ ഇഞ്ച് ഓഫ് ഒരു മൊസ്കിറ്റോ നെറ്റിന്റെ പെർ സ്ക്വയർ ഇഞ്ചിൽ എത്ര നമ്പർ ഓഫ് ഹോൾസ്, മിനിമം നമ്പർ ഓഫ് ഹോൾസ് ആണ്. അത് എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും? ആ ഒരു മൊസ്കിറ്റോന്റെ സൈസ്, മൊസ്കിറ്റോ ഒരു ഇൻസെക്ട് ആണല്ലേ, അപ്പൊ അതിന്റെ സൈസ് മോർഫോളജി വെച്ചിട്ടായിരിക്കും ഈ ഒരു നെറ്റിന്റെ സൈസ് പറയുന്നുണ്ടാവും. അപ്പം മിനിമം നമ്പർ ഓഫ് ഹോൾസ് പെർ സ്ക്വയർ ഇഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്ക്വയർ ഇഞ്ചിൽ 150 ആണ് മിനിമം നമ്പർ ഓഫ് ഹോൾസ്. അത് നമ്മുടെ ആ മൊസ്കിറ്റോയുടെ ഇൻസെക്ടിന്റെ ഒരു സൈസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ 150 to 200 ആ ഒരു റേഞ്ച് നിങ്ങൾ ഓർക്കുക. ഓപ്ഷൻസിൽ 100, 150, 200, 250 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 150 തന്നെ കണ്ടാൽ 150 മാർക്ക് ചെയ്തോളൂ. ഇനി അതല്ല 100 കഴിഞ്ഞ് 200 ഒക്കെ ആണെങ്കിൽ നമുക്ക് 200 മാർക്ക് ചെയ്യാം. Okay, next question. The preparation of a thin smear for malaria reflects which property of a screening test? Options നോക്കാം: sensitivity, specificity, predictive value, and none of the above. Preparation of a thin smear for malaria reflects which property of a screening testന്റെ എന്ത് പ്രോപ്പർട്ടി ആണ് തിൻ സ്മിയർ പ്രിപ്പറേഷനെ അഫക്ട് ചെയ്യുന്നത് ഇൻ മലേറിയ? ആൻസർ സ്പെസിഫിസിറ്റി ആണ്. A thin smear allows for better identification of the malaria parasite species, which is a key aspect of specificity, meaning the test can accurately distinguish between a positive and negative result for a specific type of malaria parasite. In species identification, unlike a thick smear, a thin smear provides a clear view of the parasite morphology, enabling accurate identification of the malaria species causing the infection. Better parasite count due to the spread out distribution of blood cells on a thin smear, it is easier to count the number of parasite present, which is important for assessing the severity of the infection. For severity of the infection, parasite count നോക്കണം. ഏത് ഇൻഫെക്ഷൻ ആണല്ലേ, ഏത് ടൈപ്പ് ആണെന്ന് അറിയാൻ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ. ഇനി ഹയർ സ്പെസിഫിസിറ്റി കറസ്പോണ്ട് ടു എന്താണെന്ന് നോക്കാം. വൈൽ എ തിക്ക് സ്മിയർ may be more sensitive for detecting the presence of any malaria parasite. Here is more specific for identifying the exact species. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ തിക്ക് സ്മിയർ ആണെങ്കിൽ ഈ ഒരു ആൻസർ സെൻസിറ്റിവിറ്റി ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? തിൻ സ്മിയർ ആണ്. തിൻ സ്മിയർ എന്ന് കണ്ടാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ തിൻ സ്മിയർ എന്ന് കണ്ടാൽ സ്പെസിഫിസിറ്റിക്ക് പോകണം. തിക്ക് സ്മിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻസിറ്റിവിറ്റി ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, next question. One microscope for diagnosis of malaria covers how much population? One microscope എന്നുള്ളത് ആ ഒരു നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്തുള്ള ഒരു മെഷർ ആണ്. അപ്പോൾ 1 മൈക്രോസ്കോപ്പിൽ എത്ര മലേറിയനെയാണ്, എത്രത്തോളം പോപ്പുലേഷനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതൊരു മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നോക്കി വെക്കുക. 25,000 ആണ് ആൻസർ. 1 മൈക്രോസ്കോപ്പ് ഫോർ ഡയഗ്നോസിസ് ഓഫ് മലേറിയ covers 25,000 population of the parasite. Next question. Dipstick test
for rapid diagnosis of Plasmodium falciparum is based on options arginine-rich protein, histidine-rich protein, tyrosine-rich protein, and serine-rich protein. Dipstick test എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ്. ഇതിൽ ഏത് പ്രോട്ടീനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നാണ് ആൻസർ നോക്കാം. ആൻസർ ഏതാണ്? ഹിസ്റ്റഡിൻ ആണ് ആൻസർ. ഹിസ്റ്റഡിൻ റിച്ച് പ്രോട്ടീനെ ബേസ് ചെയ്തിട്ടാണ് ഡിപ്സ്റ്റിക് ടെസ്റ്റ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരത്തിന്റെ ഒരു റാപ്പിഡ് ഡയഗ്നോസിസിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഡിപ്സ്റ്റിക് ടെസ്റ്റ്. സോ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ദ ടെസ്റ്റ് യൂസസ് സ്പെസിഫിക് ആന്റിബോഡീസ് ബൗണ്ട് ടു എ മെംബ്രൈൻ ടു ഡിറ്റക്ട് ദ സർക്കുലേറ്റിംഗ് പാരസൈറ്റ് ആന്റിജൻ. പാരസൈറ്റ് ആന്റിജനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള പാരസൈറ്റ് ആന്റിജന് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡീസ് ഒരു മെംബ്രെയിനിലായിട്ട് ബൗണ്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ടു പ്രോട്ടീൻ. ദ ടെസ്റ്റ് ഡിറ്റക്ട്സ് ഹിസ്റ്റഡിൻ റിച്ച് പ്രോട്ടീൻ 2. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹിസ്റ്റഡിൻ റിച്ച് പ്രോട്ടീൻ എന്നാണ് ഓപ്ഷൻസിൽ കണ്ടത്. അപ്പൊ അതിൽ കറക്റ്റ് പറയുകയാണെന്നാണ് ഹിസ്റ്റഡിൻ റിച്ച് പ്രോട്ടീൻ 2 ആണ്, HRP2 ഓഫ് പ്ലാസ്മോഡിയം ഫാൽസിപാരം ഓർ പാരസൈറ്റ് സ്പെസിഫിക് ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ്. അപ്പോൾ ഇതിന് രണ്ട് പ്രോട്ടീൻസ് ഇവിടെ വരുന്നുണ്ടല്ലേ. ഡീഹൈഡ്രോജിനേസ് ഒരു എൻസൈമും വരുന്നുണ്ട്, ഒരു പ്രോട്ടീനും വരുന്നുണ്ട്. അപ്പൊ അത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ട് രണ്ട് പ്രോട്ടീൻ ആൻഡ് എൻസൈം, 1 പ്രോട്ടീൻ ആൻഡ് 1 എൻസൈമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിപ്സ്റ്റിക് ടെസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് നോക്കുന്നത്. ദ ടെസ്റ്റ് ഹാസ് എ സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി ഓഫ് അറൌണ്ട് 90% compared with standard thick blood film microscopy. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാരാസൈറ്റ് എഫ് is one of the example of dipstick test, an antigen capture assay that detects the circulating HRP2 antigen. ഇനി ICT malaria PF for Plasmodium falciparum, a test that targets the HRP2 of Plasmodium falciparum. ഓക്കെ, ആന്റിജൻ ബേസ്ഡ് ആയിട്ടുള്ളത്, HRP2 ബേസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒപ്റ്റിമാൽ, എ ടെസ്റ്റ് ദാറ്റ് ഡിറ്റക്ട്സ് പാരസൈറ്റ് സ്പെസിഫിക് PLDH, അതായത് പാരസൈറ്റ് സ്പെസിഫിക് ലാക്ടേറ്റ് ഡീഹൈഡ്രോജീനേസ് ബേസ്ഡ്. അങ്ങനെ 3 തരത്തിലാണ് ഡിപ്സ്റ്റിക് ടെസ്റ്റിന്റെ എക്സാമ്പിൾസ് വരുന്നത്. അപ്പൊ ഈ ഡിപ്സ്റ്റിക് ടെസ്റ്റ് ഇസ് വെരി സിമ്പിൾ, ഫാസ്റ്റ് ആൻഡ് സ്റ്റേബിൾ, മേക്കിംഗ് ഇറ്റ് എ പൊട്ടൻഷ്യൽ ടൂൾ ഫോർ മാനേജിങ് മലേറിയ അറ്റ് ദ പെരിഫറൽ ഹെൽത്ത് കെയർ ലെവൽ. അപ്പം ആ ഒരു എക്സാമ്പിൾസും പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An optical test used for the detection of. ഒപ്റ്റിക്കൽ ടെസ്റ്റ് ഏത് പാരസൈറ്റിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്നവയിൽ ഓപ്ഷൻസ് പ്ലാസ്മോഡിയം ഫാൽസിപാരം, പ്ലാസ്മോഡിയം വൈവാക്സ്, ബോത്ത് ഫാൽസിപാരം ആൻഡ് വൈവാക്സ്, നൺ ഓഫ് ദി അബവ്. ഇവിടെ ആൻസർ വരുന്നത് ബോത്ത് ആണ്. ഓക്കെ, പ്ലാസ്മോഡിയം ഫാൽസിപാരം ആൻഡ് വൈവാക്സ് ബോത്ത് ക്യാൻ ബി ഡിറ്റക്ട് യൂസിങ് ഒപ്റ്റിക്കൽ ടെസ്റ്റ്. ഇനി ഒപ്റ്റിക്കൽ ടെസ്റ്റ് അതിന്റെ കുറച്ച് കാര്യങ്ങളോട് നോക്കാം. റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മാഗ്നെറ്റോ ഒപ്റ്റിക്കൽ ഡിറ്റക്ഷൻ ആണ് അതിന്റെ ഫുൾ നമ്മൾ യൂസ് ചെയ്യുന്ന RMOD optical test, a rapid and quantitative test that can detect malaria infections including Plasmodium vivax. RMOD can detect parasite densities as low as 5 to 10 parasite, very important. അപ്പം എത്രയാണ് അതിന്റെ ഒരു ഡിറ്റക്ഷൻ ഡെൻസിറ്റി വരുന്നത്? 5 to 10 parasite per microliter ആണ് RMODയുടെ ഡിറ്റക്ഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ഡിറ്റക്ട് റെസിഡ്വൽ ഹീമോസോയിൻ ഇൻ മലേറിയ നെഗറ്റീവ് പേഷ്യൻസ് വിച്ച് ക്യാൻ ഇൻഡിക്കേറ്റ് പ്രീവിയസ് ഇൻഫെക്ഷൻ. ഇൻ കേസ് ആ ഒരു പേഷ്യന്റിന് പ്രീവിയസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് പക്ഷെ പ്രസന്റ്ലി ഇൻഫെക്ഷൻ ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഹീമോസോയിൻ is a portable point of care device that detects malaria in portable. Hemozoin is a biomarker that appears early in the life cycle of the malaria parasite. അപ്പോൾ അത് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ഹീമോസോയിൻ എന്താണ് കാര്യങ്ങളെല്ലാം നിങ്ങൾ മലേറിയയുടെ ആ ഒരു ടോപ്പിക്കിൽ പഠിച്ചതാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ലോ മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ കൂടുന്നു. ലാമ്പ്
ഇത് നമ്മുടെ മോളിക്കുലാർ ഡിറ്റക്ഷൻ ഓഫ് പാത്തജൻ അല്ലെങ്കിൽ പാരസൈറ്റ് ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ മോളിക്കുലാർ ഡിറ്റക്ഷനിൽ പറയുന്ന ഒരു ടേം ആണ് ലാമ്പ് അല്ലെങ്കിൽ ലൂപ്പ് മീഡിയേറ്റഡ് ഐസോതെർമൽ ആംപ്ലിഫിക്കേഷൻ. നമ്മുടെ PCR ഒക്കെ ഒരു അതുപോലെ മോഡിഫൈഡ് ചെയ്തിട്ടുള്ളതാണ്. എ മോളിക്കുലാർ ടെക്നിക് ദാറ്റ് കൻ ആംപ്ലിഫൈ DNA അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻ. ഐസോതെർമൽ കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ PCR വരുന്ന സമയത്ത് അവിടെ ഒരു തെർമോസൈക്ലിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്, അതായത് ടെമ്പറേച്ചർ വേരിയേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ലാമ്പിൽ ആ ഒരു തെർമോസൈക്ലിംഗ് വളരെ എക്സ്പെൻസീവ് ആണ്, അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ലൂപ്പ് മീഡിയേറ്റഡ് ഈ ലാമ്പിൽ എന്താണ് അതിന്റെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്തുകൊണ്ടുള്ള ഒരു മോളിക്കുലാർ ടെക്നിക്കാണ് ലാമ്പിൽ ഉദ്ദേശിക്കുന്നത്. The results of the synthesis product can be detected visually by turbidity, ചേഞ്ച് ഇൻ കളർ റിയാക്ഷൻ ഓർ ഫ്ലൂറസെൻസ്. ഇതിന്റെ ലാമ്പ് വഴി ഡിറ്റക്ട് ചെയ്യുന്ന ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണ് ഈ പറഞ്ഞത്. ഇനി അതർ ടെസ്റ്റ് എന്തൊക്കെയാണ് മലേറിയ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? പാരാസൈറ്റ് എഫ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത്, ആൻ ഇമ്മ്യൂണോക്രോമാറ്റോഗ്രഫിക് ടെസ്റ്റ് ഫോർ HRP2 ദാറ്റ് ഡിറ്റക്ട്സ് പി പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഇൻ ബ്ലഡ് സാമ്പിൾസ്. മൈക്രോസ്കോപ്പി എന്താണ്? പ്രോസസ് ദാറ്റ് can be used to detect malaria. Next question. A pregnant woman in her third trimester with a fever was diagnosed as a case of falciparum malaria under the National Health Program. Which drug is recommended? Options. ഇതൊരു ആപ്ലിക്കേഷൻ, ഒരു കണ്ടീഷൻ തന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ പോലെ. ACT only, ACT with a single dose of primaquine on day 2, chloroquine or VOC, D-quinine only first trimester. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ACT only ആണ്. അപ്പൊ ACT എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു WHO, artemisinin based combination therapy എന്നാണ് ACTയുടെ ഫുൾ ഫോം. അപ്പോൾ the National Health Program recommended treatment for a pregnant woman in her third trimester with a fever diagnosed as falciparum malaria in artemisinin based combination therapy, ACT. ACTs are a combination of artemisinins and other anti-malarial drugs that are used to prevent the development of drug resistance. Drug resistance അതിന്റെ ഒരു ഡെവലപ്മെന്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ artemisins ആൻഡ് കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് ACT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറാപ്പി നമ്മൾ ഈ പ്രഗ്നന്റ് വുമണിന് ചെയ്യുന്നത്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ഫോർ അൺകോംപ്ലിക്കേറ്റഡ് മലേറിയ ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റേഴ്സ് ഓഫ് പ്രഗ്നൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഫോർ പ്ലാസ്മോഡിയം ഒവാലെ. പ്ലാസ്മോഡിയം ഒവാലെ പാരസൈറ്റിന്റെ ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് വില ഏതാണ്? ഓപ്ഷൻസ്: സൾഫാഡോക്സിൻ, പൈരിമെഥാമിൻ, ലൂമിഫാൻഡ്രിൻ ആൻഡ് ക്ലോറോക്വിൻ ഓർ VOC. ആൻസർ നോക്കാം. ആൻസർ ക്ലോറോക്വിൻ അല്ലെങ്കിൽ VOC ആണ്. ഓക്കെ, അപ്പം ഈ പ്ലാസ്മോഡിയം ഒവാലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് ക്ലോറോക്വിൻ അല്ലെങ്കിൽ VOC എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിന്റെ റാഡിക്കൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആഫ്റ്റർ ദ ബ്ലഡ് സ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്രിമാക്വിൻ ഈസ് യൂസ്ഡ് ടു ക്ലിയർ ദ ഹിപ്നോസോയിഡ് സ്റ്റേജ്. ഓക്കെ, അപ്പൊ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിൾ ഓരോ സ്റ്റേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന് ഹിപ്നോസോയിഡ് സ്റ്റേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് റാഡിക്കൽ ട്രീറ്റ്മെന്റിൽ നമ്മൾ പ്രൈമാക്വിൻ ഡ്രഗ് യൂസ് ചെയ്യുന്നത്. Primaquine is recommended to prevent relapse, but it can cause hemolysis anemia in patients with a glucose 6-phosphate dehydrogenase deficiency. Okay, G6PD deficient ആയിട്ടുള്ള പേഷ്യന്റിൽ നമുക്ക് ഈ പ്രിമാക്വിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹീമോലൈസിസ് അനീമിയ എന്നൊരു കണ്ടീഷനിലേക്ക് അത് പോവാറുണ്ട്. ഇനി പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു Plasmodium ovale. Some case reports or studies have shown that P. ovale is becoming less susceptible to frontline ACT. Frontline ACT യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു susceptibility decrease ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. Next question. Drug of choice for short-term chemoprophylaxis of malaria. ഷോർട്ട് ടേം ആയിട്ടുള്ള മലേറിയ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: മിഫ്ലോക്വൈൻ, ഡോക്സിസൈക്ലിൻ, പ്രിമാക്വിൻ ആൻഡ് ക്വിനൈൻ. ഇതിന്റെ ആൻസർ ഡോക്സിസൈക്ലിൻ ആണ്. ഓക്കെ, ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഷോർട്ട് ടേം കീമോപ്രൊഫൈലാക്സിസ് ഓഫ് മലേറിയ. ഡോക്സിസൈക്ലിൻ ടാർഗറ്റ് ബ്ലഡ് ഷിഷോൺസ്
ആൻഡ് ഇസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ക്ലോറോക്വിൻ റെസിസ്റ്റന്റ് പ്ലാസ്മോഡിയം ഫാൽസിപാരം. അപ്പോൾ ഓരോ ഡ്രഗും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് ഈ മലേറിയ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ലൈഫ് സൈക്കിള് മാത്രമല്ല, ലൈഫ് സൈക്കിളിലെ ഓരോ സ്റ്റേജിലും നശിപ്പിക്കുന്ന ഓരോ തരത്തിലുള്ള ഡ്രഗ്സ്, ഇതെല്ലാം നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കാം. ദ മെഡിക്കേഷൻ ഇസ് സ്റ്റാർട്ടഡ് 1 to 2 days before travel and continued daily until 4 weeks after return. Side effects include GI upset, pill esophagitis and photosensitivity. Okay, ini drug of choice for long term സെയിം കീമോപ്രൊഫിലാക്സിസ് ഓഫ് മലേറിയ. ഷോർട്ട് ടേമിൽ നമ്മൾ പറഞ്ഞു ഡോക്സിസൈക്ലിൻ, അതേപോലെ തന്നെ ലോങ് ടേമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മിഫ്ലോക്വിൻ ആണ്. ബോത്ത് അഡൽട്സ് ആൻഡ് ചിൽഡ്രൻ ഷുഡ് ടേക്ക് 1 dose of mifloquine per week starting at least 2 weeks before traveling to the area where malaria transmission occurs. They should take 1 dose per week while there and for 4 consecutive weeks after leaving. Next question. Schick test is done in options നോക്കാം: meningitis, diphtheria, pertussis and poliomyelitis. ഷിക്ക് ടെസ്റ്റ് ഏത് ഡിസീസിന്റെ ഡയഗ്നോസിസ് ടെസ്റ്റ് ആണ്? ആൻസർ ഈസ് ഡിഫ്തീരിയ. ഓക്കെ, ഡിഫ്തീരിയ എന്താണ് കോസ് ചെയ്യുന്നത്? ഡിഫ്തീരിയ കോസ് ചെയ്യുന്നത് ഏത് ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണ്? അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ഡിഫ്തീരിയ. ഷിക്ക് ടെസ്റ്റ് is a skin test that determines if a person is susceptible to diphtheria. The Schick test detects immunity to diphtheria either acquired through previous infection or vaccination. A small amount of diphtheria toxin in 0.2 ml is injected intradermally into the left forearm. A positive reaction is indicated by redness at the injection site after 3 days. The Schick test was developed in 1913 by Bela Schick, a Hungarian-born American pediatrician. The test laid the foundation for the development of a vaccine against diphtheria. A positive reaction could be a sign of no circulating antibodies or a false positive due to hypersensitivity to the toxin. To distinguish between the two, a control injection of the same amount of heated toxin is given in the other forearm. ഓക്കെ, അപ്പം ഇത് ഈ ഷിക്ക് ടെസ്റ്റിന്റെ ഒരു പ്രൊസീജിയർ ആരാണ് കൊണ്ടുവന്നത്? ഓക്കെ, ബെലാഷിക് 1930. അതേപോലെ തന്നെ എത്ര ടോക്സിൻ ആണ്, എത്ര എമൗണ്ട് ആണ് എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് റിവിഷൻ ടൈമിൽ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓവറോൾ കഴിയുമ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ മറന്നു പോകും. ഓക്കെ, ഷോർട്ട് നോട്ട്സ് എഴുതുമ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പറും കാര്യങ്ങളും സയന്റിസ്റ്റും ഒക്കെ ഒന്ന് ഷോർട്ട് നോട്ട് എഴുതി പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പ്യൂട്ടം ഇസ് ബെസ്റ്റ് ഡിസ്പോസ്ഡ് ബൈ ഓപ്ഷൻസ്: ബേണിംഗ്, ബോയിലിംഗ്, 5% ക്രിസോൾ, എനി ഓഫ് ദി അബോവ്. സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറി ടെസ്റ്റിന് എടുക്കുന്ന ഒരു സാമ്പിൾ ആണ് അല്ലെ. സ്പ്യൂട്ടം എനി ഓഫ് ദി അബോവ് ആണ്. ബേണിംഗ്, ബോയിലിംഗ്, 5% ക്രിസോൾ, ഇതിലെല്ലാം നമുക്ക് സ്പ്യൂട്ടം ബെസ്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ്. Okay, says sputum disposal was defined as pouring boiling water in sputum container, spitting in a bactericidal containers with a 5% phenol or cresol or sodium hypochlorite, or spitting on a paper and burning it. അപ്പോൾ മൂന്നും അതിൽ വന്നു. The best method for disposing of sputum is to sterilize it with either autoclaving or കെമിക്കൽ ട്രീറ്റ്മെന്റ് ബിഫോർ ഡിസ്കാർഡിങ് ഇറ്റ്. ഇത് മൂന്നും ചെയ്യുന്നതിന് മുമ്പ് ഉള്ള മെത്തേഡാണ് ഓട്ടോക്ലേവ് എന്നുള്ളത്. ഹിയർ ആർ സം വേസ് ടു സ്റ്റെറിലൈസ് സ്പ്യൂട്ടം. ഓട്ടോക്ലേവ് ദ സ്പ്യൂട്ടം. ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചറും പ്രഷറും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതാണ്. ലാബിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അല്ലെ ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചറും പ്രഷർ ടൈം എല്ലാം അറിഞ്ഞിരിക്കണം. In chemical treatment, treat the sputum with a simple disinfectant like 5% phenol or 4.8% chloroxylenol. Boiling വരുമ്പോൾ boil for 20 minutes at 80, 85 or 95 degrees Celsius. The sputum that is not disinfected can remain infectious for more than 24 hours. Unsafe methods for sputum disposal include spitting in a public dustbin or indiscriminately. Next question നോക്കാം. DOTS is related to the disease. DOTS is related to options നോക്കാം: leprosy, tuberculosis, hepatitis and malaria. DOTS എന്താണ്? Is related to option
ബി ആണ് ആൻസർ അല്ലെ, ട്യൂബർകുലോസിസ് ആണ്. ടി ബി ആണ് ആൻസർ. ഡോട്ട്സ് ഇസ് റിലേറ്റഡ് ടു ടി ബി ഡിസീസ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് തെറാപ്പി ഷോർട്ട് കോഴ്സ്. ഓക്കെ, ഡോട്ട്സ്. It is a strategy to ensure that patients with TB take all of their medication. It involves having an observer watch the patient swallow each dose of medication and record it for the health system to monitor. നാഷണൽ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട് ഡോട്ട്സിന്, കുറച്ച് റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്. റിവൈസ്ഡ് നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാം RNTCP, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഈ ഒരു ഡോട്ട്സ് നമ്മൾ പെർഫോം ചെയ്യുന്നത് ഈ RNTCP എന്നുള്ള ഒരു പ്രോഗ്രാം വഴിയാണ്. RNTCP is based on the DOTS strategy and was launched in India 1997 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രീ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് for TB patients at government hospitals, community health centers, and primary health centers. Next question, which is not true regarding measles? Okay, measlesനെ പറ്റിയിട്ടുള്ള റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് എ കേസ്. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് ഈസ് 80%. Carriers do not occur. Option D, subclinical measles not known. ഇതിന്റെ ആൻസർ നോക്കാം, ബി ആണ്. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് ഈസ് 80% എന്നാണ്. ദർ ഈസ് നോ ഡോക്യുമെന്റഡ് അസിംപ്റ്റമാറ്റിക് കാരിയർ സ്റ്റേറ്റ് ഓഫ് മീസിലസ്. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് ഈസ് 80% ആണ്. അപ്പൊ ഇതില് നോ ട്രൂ ആണ് പറയുന്നത്. ഓക്കെ. ട്രാൻസ്മിഷൻ. മീസിലസ് ഇസ് എ ഹൈലി കണ്ടീജിയസ് വൈറൽ ഡിസീസ് ദാറ്റ് ഇസ് സ്പ്രെഡ് ത്രൂ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ആൻഡ് എയർബോൺ ട്രാൻസ്മിഷൻ. Measles is spread through contact with infected nasal or throat secretions or by breathing the air that someone with measles has breathed. The virus can remain active and contagious in the air or on infected surfaces for up to 2 hours. Infectivity എങ്ങനെയാണെന്ന് നോക്കാം. Measles is highly contagious with secondary attack rates of at least 90%. അപ്പോൾ ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സെക്കൻഡറി അറ്റാക്ക് 80% ഉള്ളതാണ്. അപ്പോൾ 90% ആണ് അറ്റ്ലീസ്റ്റ് വരേണ്ടത്. എമംഗ് സസെപ്റ്റബിൾ ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോണ്ടാക്ട്, 1 person infected by measles can infect 9 out of 10 of their unvaccinated close contacts. Prevention. The best protection against measles is measles, mumps, and rubella or MMR vaccine. The MMR vaccine provides long-lasting protection against all strains of measles. Subclinical measles is defined as a 4-fold rise in measles virus-specific IgG antibodies after exposure to the measles virus in someone who is asymptomatic. Subclinical infections can occur in people with low antibody levels or partial immunity. Some reasons why subclinical measles is not known to be transmitted to household contacts include diagnostic tests for acute measles virus infection are usually performed on clinically suspected cases. In one investigation, measles virus was not detected in any of the contacts of 6 subclinical cases. Some other types of measles include modified measles and atypical measles. Modified measles is a milder form of measles that can occur in people who have received serum immunoglobulin after exposure to the measles virus. Atypical measles is a form of measles that occurred in children who received the formalin inactivated killed measles vaccine between 1963 and 1968. For 2 types of measles, അതിന്റെ ആ ഒരു ഫോം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. Next question, who developed the vaccine for rabies? Options നോക്കാം. ജോസഫ് ലിസ്റ്റർ, റോബർട്ട് കോച്ച്, എഡ്വാർഡ് ജെന്നർ ആൻഡ് ലൂയിസ് പാസ്റ്റർ. ഇതിന്റെ ആൻസർ റാബീസ് വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ലൂയിസ് പാസ്റ്റർ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. On July 6, 1885, Louis Pasteur and his colleagues injected the first of 14 daily doses of rabbit spinal cord suspensions containing progressively inactivated rabies virus into 9-year-old Joseph Master, who had been severely bitten by a rabid dog 2 days before. Okay, അപ്പോൾ അതിന്റെ ഇയർ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാനുണ്ടായിരുന്ന ഒരു ഫസ്റ്റ് കേസ്. ഓക്കെ,
tests. The K39 dipstick test, also known as RK39 rapid immunochromatogram test or ICT, is used to detect visceral leishmaniasis, also known as cancer. It is a reliable, cost-effective field diagnostic tool that uses a recombinant K39 antigen to detect antibodies to a donovani. The test is performed by dipping a strip into a urine sample and waiting 10 minutes for the results. A positive result is indicated by the presence of appearance of a red control band and a red test band, while a negative result is indicated by the appearance of only the control band. A faint band is also considered positive. VL visceral leishmaniasis is a potential fatal form of leishmaniasis, a disease caused by protozoa transmitted by sand flies. Next question. Period of maximum infectivity in mumps is during. Maximum infectivity ഏത് പീരീഡിലാണ് ഉണ്ടാകുന്നത് മംസ് ഡിസീസിൽ? ഓപ്ഷൻസ് നോക്കാം. ഇൻക്യുബേഷൻ പീരീഡ്, ഓൺസെറ്റ് ഓഫ് സ്വെല്ലിംഗ്, ആഫ്റ്റർ സ്വെല്ലിംഗ് അപ്പിയേഴ്സ് ആൻഡ് പ്രോഡ്രോമൽ പീരീഡ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ്? ഇതിന്റെ ആൻസർ ആഫ്റ്റർ സ്വെല്ലിംഗ് അപ്പിയേഴ്സ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മംസ്. The period of maximum infectivity for mumps is from 1 to 2 days before the onset of symptoms until 5 days after the onset of parotitis. Parotitis means the inflammation of salivary glands. However, the virus can be isolated from saliva up to 9 days after the onset of parotitis and in urine and semen for up to 14 days. People with mumps are usually considered most infectious from a few days before until 5 days after the onset of parotitis. Therefore, CDC recommends isolating mumps patient for 5 days after their glands begin to swell. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആഫ്റ്റർ സ്വെല്ലിംഗ് അപ്പിയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ടിവിറ്റി ഇൻ മംസ് വരുന്നത്. ഓക്കെ, പാരോടൈറ്റിസ് എന്നാണ് ആ ഒരു സ്വെല്ലിങ്ങിന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഇൻഫ്ലമേഷൻ, സൈലവറി ഗ്ലാൻഡിന്റെ ഇൻഫ്ലമേഷൻ. Next question, the most common source of infection for diphtheria. Most common source, case, subclinical case and carrier. ഇതിന്റെ ആൻസർ വരുന്നത് സബ്ക്ലിനിക്കൽ കേസ് ആണ്. എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്? ഡിഫ്തീരിയ ഇസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയ Corynebacterium diphtheria, which spreads through respiratory droplets from an infected person's cough or sneeze. People can also get infected by touching contaminated items or an infected wound. ഇത് എത്ര നാളാണ്? ഹൗ ലോങ് ഇറ്റ്സ് കണ്ടേജിയസ്? എത്ര നാൾ ഇതിന് ഇൻഫെക്ഷൻ നടക്കാം? An infected person can be contagious for up to 4 weeks if they don't receive treatment. People who carry the bacteria can be contagious for even longer, 4 weeks or longer. Who is at risk? People who are at risk of getting diphtheria include children under 5 and adults over 60. People living in crowded or unclean condition, people who aren't well nourished, people who don't have up-to-date immunization, vaccine എടുക്കാത്തവർ. Diphtheria is now rare in many parts of the world due to widespread vaccination of children. However, it can be still a problem in tropics, has recently seen a resurgence in the West. Okay, next question. Which one of the given disease is caused by protozoa? Protozoa cause ചെയ്യുന്ന ഡിസീസ് ഏതാണ്? സിമ്പിൾ അല്ലേ? മലേറിയ, ഡിപ്തീരിയ, കോളറ ആൻഡ് ന്യൂമോണിയ. ആൻസർ ഏതാണ്? മലേറിയ ആണ്. ഓക്കെ, എക്സ്പ്ലനേഷൻ. മലേറിയ is caused by a protozoa parasite called Plasmodium and its carrier is the female Anopheles mosquito. ഓക്കെ, അപ്പം അതിന്റെ ഒരു ലൈഫ് സൈക്കിള് ഓൾറെഡി നിങ്ങൾ നോക്കിയിട്ടുള്ളതായിരിക്കും. അതിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ട്രാൻസ്മിഷൻ ടു ഹ്യൂമൻ, അത് injection of sporozoid stage ആണ്. Next, sporozoids enter liver and infects hepatocytes. Then the liver cells rupture and merozoids are released. ഓരോ സ്റ്റേജും കാര്യങ്ങളും അതൊന്ന് നോക്കുക. സ്പോറോസോയിഡ്സ്, മീറോസോയിഡ്സ് ആവുന്നത് എവിടെ വെച്ചിട്ടാണ്, അങ്ങനെയുള്ള സ്റ്റേജുകൾ. നെക്സ്റ്റ്, ഇൻട്രാ എറിത്രോസൈറ്റിക് സൈക്കിൾ. ഫിഫ്ത്ത്, സെക്ഷുവൽ സൈക്കിൾ. ദെൻ ട്രാൻസ്മിഷൻ ടു മൊസ്കിറ്റോ. ഓക്കെ, ഇപ്പം ഏതെങ്കിലും ഒരു ലൈഫ്, ഇത് ഒരു സിമ്പിൾ ലൈഫ് സൈക്കിൾ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മൊസ്കിറ്റോ എന്ത് ചെയ്തു? ബ്ലഡ് മീൻ എടുക്കുന്നു. ആഫ്റ്റർ 30 മിനിറ്റ്സിൽ ഹെപ്പാറ്റോസൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അത് ഷിഷോൺ സ്റ്റേജിലാണ് അത് ലിവറിൽ ഇൻഫെക്ട് ചെയ്യുന്നത്. ദെൻ റിലീസ് ഓഫ് മീറോസോയിഡ്സ്. ദെൻ ഇതെന്താ? എറിത്രോസൈറ്റിലേക്ക് പോകുന്നു.
ദെൻ അവിടെ ഒരു സൈക്കിൾ നടക്കാണ് ഷിഷോൺ ട്രോഫോസോയിറ്റ്. എന്നിട്ട് ഈ ട്രോഫോസോയിറ്റിൽ നിന്നാണ് ഗാമറ്റോസൈറ്റ് ഉണ്ടാവുന്നത്. മൈക്രോ ഗാമറ്റോസൈറ്റ് ആൻഡ് മാക്രോ ഗാമറ്റോസൈറ്റ്. ദെൻ ബ്ലഡ് മീൽ. ഓക്കെ, ദെൻ വീണ്ടും ഈ മൈക്രോ ഗാമറ്റു മാക്രോ ഗാമറ്റു ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു, ഊക്കൈനറ്റ് ആവുന്നു. ദെൻ ഈ മിഡ് ഗട്ട് വാളിൽ, ഓക്കെ, മിഡ് ഗട്ട് വാളിൽ വെച്ചിട്ട് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സ്പോറോജെനിസിസ് നടക്കുന്നു. അതിന്റെ ഡേയ്സ് കൂടെ ഓർത്ത് വെക്കുക, 8 to 15 days ആണ്. ദെൻ ഊസിസ്റ്റ്. ഓക്കെ, ഊസിസ്റ്റിൽ നിന്ന് പിന്നെന്താ റിലീസ് ഓഫ് സ്പോറോസോയിറ്റ്സ്. ഊസിസ്റ്റിൽ നിന്നാണ് സ്പോറോസോയിറ്റ്സ് റിലീസ് ചെയ്യുന്നത്. ഏകദേശം 3 ആണ് അതിന്റെ അപ്രോക്സിമേറ്റ് നമ്പർ പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ വരുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് പറയാം. ഈ ലൈഫ് സൈക്കിൾ സിമ്പിൾ ആയിട്ട് ഇപ്പം ഈ ഒരു സ്റ്റേജിൽ നിന്നായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഷിഷോണ്ടിന്റെയോ അല്ലെങ്കിൽ എറിത്രോസൈറ്റ് ഇങ്ങനെ ഓരോ സ്റ്റേജോ പാർട്ടോ വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പല രീതിയിൽ സ്പോറോഗോണിക് സൈക്കിള് ഇങ്ങനെ ധാരാളം ലൈഫ് സൈക്കിൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലൈഫ് സൈക്കിൾ മനസ്സിലാക്കി വെച്ചിട്ട് ഒരു ലൈഫ് സൈക്കിൾ നിങ്ങൾ തന്നെ ഷോർട്ട് നോട്ടിൽ ഉണ്ടാക്കി വെക്കുക, എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഗിവൺ ഓർഗൻസ് ആർ അഫക്റ്റഡ് ബൈ മലേറിയ? ഓപ്ഷൻസ് ഹാർട്ട്, കിഡ്നി, സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക്. ആൻസർ ഏതാണ്? സ്പ്ലീൻ ആണ്. സ്പ്ലീൻ ഈസ് അഫക്റ്റഡ് ബൈ മലേറിയ. ഇറ്റ് ഓഫൻ ബിക്കംസ് എൻലാർജ്ഡ് ഇൻ മലേറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഗിവൺ ഹ്യൂമൻ ഓർഗൻസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ആൽക്കഹോൾ ഡീടോക്സിഫിക്കേഷൻ? ഓപ്ഷൻസ് നോക്കാം, ലങ്, ലിവർ, കിഡ്നി ആൻഡ് ഇൻറ്റസ്റ്റൈൻസ്. ആൽക്കഹോൾ ഡീടോക്സിഫിക്കേഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ഓർഗൻ ആൻസർ ലിവർ ആണ്. The liver is responsible for alcohol detoxification. It detoxifies harmful substances through complex chemical reactions. Next question, which of the substances are responsible for arthritis in the joints of the body? Options നോക്കാം, albumin, cholesterol, urea and uric acid. ആൻസർ ഏതാണ്? ആർത്രൈറ്റിസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഏതാണ്? ആൻസർ യൂറിക് ആസിഡ് ആണ്. Deposition of uric acid in the joints and fluids within the body gout. Next question, Dropsy disease is caused by which of the given substances? Dropsy disease is related to mustard oil, kerosene oil, sugar and salt. The answer വരുന്നത് mustard oil ആണ്. Okay. Dropsy disease is characterized by the swelling of body tissue due to the accumulation of fluids. It is caused due to intake of adulterated mustard oil. Next question, diarrhea is caused by which of the given vectors? ഡയറിയയുടെ ഒരു വെക്ടർ ഉണ്ട്, അത് ഇതിലേതാണ്? അമീബിയ, ബാക്ടീരിയ, ഫംഗസ്, റോട്ടാവൈറസ്. ആൻസർ ഏതാണ്? റോട്ടാവൈറസ് ആണ് കേട്ടോ. റോട്ടാവൈറസ് is a group of RNA viruses. It is most common cause of severe diarrhea among infants and young children. Next question, Hysteria is the disease commonly found in which among the given options? ആൻസർ നോക്കാം, ഓപ്ഷൻസ് നോക്കാം, യങ് മെൻ, യങ് വുമൻ, ഓൾഡ് വുമൻ, നൺ ഓഫ് ദിസ്. മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ യങ് വുമൻ. ഹിസ്റ്റേറിയ is a disease most commonly found in young woman. It is a genital disease for symptoms are anxiety, discomfort and faintness. യങ് വുമണിൽ വരുന്നൊരു ഡിസീസ് ആണ് ഹിസ്റ്ററിയ. അതിന്റെ സിംറ്റംസും കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ സ്വെല്ലിംഗ് ഓഫ് ദ മെംബ്രെയിൻ ഓവർ ദ സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ. സ്പൈനൽ കോഡും ബ്രെയിനും സ്വെല്ല് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഡിസീസ്. പാരലൈസിസ്, ലുക്കീമിയ, മെനിഞ്ചിറ്റിസ്, സ്ക്ലീറോട്ടിസ്. ഇതിന്റെ ആൻസർ മെനിഞ്ചിറ്റിസ് ആണ്. ഓക്കെ, ആൻസർ ഓൾറെഡി വന്നു. മെനിഞ്ചിറ്റിസ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻസ് കവറിംഗ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്തോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് വിച്ച് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ്? കാറ്റ്സ്, വാട്ടർ, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്. ആൻസർ ഏതാണ്? ആന്തോ. ആന്തോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? ഫ്ലവർ അല്ലേ? ഫ്ലവർ, ഫിയർ ഓഫ് ഫ്ലവേഴ്സ്. ഹൈഡ്രോഫോബിയ ഇസ് കോസ്ഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഓപ്ഷൻ ഏതാണ്? വൈറസ് ആണ്. ഹൈഡ്രോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വാട്ടർ ആണ് ഓർമ്മ വരുന്നത്. ഹൈഡ്രോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് വാട്ടർ ആൻഡ് എ വൈറസ് ദാറ്റ് കോസസ് ഇറ്റ്. ഒരു വൈറസ് കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഇറ്റ് ഈസ് ആൻ ഓൾഡ് നെയിം ഫോർ റാബീസ്. ഇറ്റ് എഫക്ട്സ് ദ നെർവസ് സിസ്റ്റം. വിച്ച് ഓഫ് ദ ഗിവൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ യെല്ലോ ഫീവർ? ഓപ്ഷൻസ് ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, വാട്ടർ ആൻഡ് ബാക്ടീരിയ. ഇതിന്റെ ആൻസർ ഏതാണ്? മൊസ്കിറ്റോ ആണ്. മൊസ്കിറ്റോ ആണ് യെല്ലോ ഫീവർ പരത്തുന്നത്. കോസ്ഡ് ബൈ ബൈറ്റ് ഓഫ് ഫീമെയിൽ മൊസ്കിറ്റോ നെയിം ഈഡിസ് ഈജിപ്തി.
Next question. What happens in the body of a person who is suffering from dengue fever? ഡെങ്കു ഫീവറിൽ പ്ലേറ്റ്ലെറ്റ്സിനും അല്ലെങ്കിൽ ആ ഷുഗർ ലെവലിലും സംഭവിക്കുന്ന ചേഞ്ചസ് വെച്ചിട്ടാണ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഹിസ് പ്ലേറ്റ്ലെറ്റ്സ് ഡിക്രീസ്, ഹിസ് ഷുഗർ ലെവൽ ഇൻക്രീസസ്, ഹിസ് ഷുഗർ ലെവൽ ഡിക്രീസസ്, ഹിസ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻക്രീസസ്. ഡെങ്കു ഫീവറിൽ എന്താണ് ആ ഒരു പേഴ്സണിന്റെ സംഭവിക്കുന്നത് ബോഡിയിൽ? ഇതിന്റെ ആൻസർ പ്ലേറ്റ്ലെറ്റ്സ് ഡിക്രീസ് എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. നാഷണൽ ഡെങ്കു ഡേ ഈസ് ഓൺ May 16. നാഷണൽ ഡെങ്കു ഡേ. പ്ലേറ്റ്ലെറ്റ്സ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് പേഴ്സൺ സഫേഴ്സ് ഫ്രം ആൻ എക്സസ് ഓഫ് ഇന്റേണൽ ബ്ലീഡിംഗ് ഓൾസോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഗിവൺ ഡിസീസസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ? അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസ്. ഓപ്ഷൻസ് ക്യാൻസർ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഗോയിറ്റർ ആൻഡ് റിക്കറ്റ്സ്. ഏതാണ് ആൻസർ? ഗോയിറ്റർ ആണ്. ഗോയിറ്റർ ഡിസീസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ദ അയഡിൻ ഇൻ വിച്ച് നെക്ക് ബിക്കംസ് തിക്കർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ ഒരു കണ്ടീഷൻ വരുന്നത്. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡ് അവിടെയാണ് ഈ ഒരു ഗോയിറ്റർ കണ്ടീഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നോർമൽ തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെയായിരിക്കും, ഗോയിറ്ററിൽ അത് സ്വെല്ല് ചെയ്തിട്ട് ഇങ്ങനെയൊരു കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനത് പൊന്തിയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് MRI, എ ടൂൾ ഫോർ ഡയഗ്നോസിസ്? ഓപ്ഷൻസ് magnetic resonance index, magnetic resonance imaging, magnetic resonance information and none of this. MRI സ്കാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഫുൾ ഫോം? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. ദ ഫുൾ ഫോം MRI ഈസ് മാഗ്നറ്റിക് resonance imaging. It is a test that uses a magnetic field and pulses of radio waves to make pictures of organs and structures inside the body. Okay. MRI സിസ്റ്റത്തിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നോക്കി വെക്കുക. MRI സിസ്റ്റം ഒരു റേഡിയോ ഫ്രീക്വൻസി കോയിൽ കാണും. ഓക്കെ, അറൌണ്ട് ദാറ്റ് പേഷ്യന്റ് ഒരു മാഗ്നറ്റിക് കോയിൽ, ഗ്രേഡിയന്റ് കോയിൽസ് ആണ്. അപ്പൊ ഇതെന്തിനാണ്? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു റേഡിയോ ഫ്രീക്വൻസി റിസീവർ കാണും, ഒരു കമ്പ്യൂട്ടർ കാണും വിച്ച് കണ്ടെയ്ൻ പ്രോട്ടോകോൾസ്, ഓപ്പറേറ്റർ കീബോർഡ് ആൻഡ് റീകൺസ്ട്രക്ഷൻ വീയിങ് കൺട്രോൾ പ്രോസസിങ്. ഓക്കെ, ആൻഡ് ഗ്രേഡിയന്റ് പവർ സപ്ലൈ. ഇത്രയാണ് MRI സിസ്റ്റത്തിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഗിവൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ എർഗോട്ടിസം ഡിസീസ്? എർഗോട്ടിസം ഡിസീസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് വേറെ ഏതാണ്? ഓപ്ഷൻസ് പൊല്യൂട്ടഡ് വാട്ടർ, അൺകുക്ക്ഡ് ഫുഡ്, റോട്ടിംഗ് വെജിറ്റബിൾസ് ആൻഡ് കണ്ടാമിനേറ്റഡ് ഗ്രെയിൻസ്. എർഗോട്ടിസം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് കണ്ടാമിനേറ്റഡ് ഗ്രെയിൻസ് ആണ്. ഓക്കെ, it is the effect of long-term ergot poisoning due to the ingestion of alkaloids produced by Claviceps purpurea fungus. ഈ Claviceps purpurea ഇതൊരു റൈയിലും അതേപോലെയുള്ള ഗ്രെയിൻസിലും ഒക്കെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു ഫംഗസ് ആണ്. ക്ലാവിസെപ്സ് എർഗോട്ട് ഓഫ് റൈ എന്നാണ് ആ ഒരു ഡിസീസ് കണ്ടീഷന് പറയുന്നത്. അപ്പൊ അത് കണ്ടാമിനേറ്റഡ് ഗ്രെയിൻസിൽ നിന്നാണ്. അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഹ്യൂമൻസിന് ഇങ്ങനൊരു ഡിസീസ്, എർഗോട്ടിസം എന്നൊരു ഡിസീസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ കണ്ടാമിനേറ്റഡ് ഗ്രെയിൻസ് അല്ലെങ്കിൽ റൈയിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഗിവൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ Itai-Itai ഡിസീസ്? Itai-Itai disease is related with options cadmium, lead, nickel and mercury. Answer is cadmium. Itai-Itai disease prolonged poison of cadmium കാരണം കോസ് ചെയ്യുന്നൊരു ഡിസീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഡയഗ്നോസിസ് ഓഫ് HIV ഇൻഫെക്ഷൻ ഇൻ അസിംപ്റ്റോമാറ്റിക്സ് മിനിമം നമ്പർ ഓഫ് ടെസ്റ്റ് റിക്വയർഡ് ആണ്. മിനിമം നമ്പർ ഓഫ് ടെസ്റ്റ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് HIV ഇൻ അസിംപ്റ്റോമാറ്റിക്സ് ഈസ് 3. ഓക്കെ, അപ്പം ദ നമ്പർ ഓഫ് ടെസ്റ്റ് ഈസ് 3 എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഇനിഷ്യൽ സ്ക്രീനിങ് വരും. ദ ഇനിഷ്യൽ ടെസ്റ്റ് ഈസ് യൂഷ്വലി ആൻ ആന്റിബോഡി ഓർ ആന്റിജൻ ടെസ്റ്റ്. Then follow up. If the initial test is reactive, a follow-up test is usually conducted to confirm the result. Next, NAT, nucleic acid test. If the initial test is indeterminate or negative, a nucleic acid test is usually required to confirm the result. Then repeat testing is done if the patient has a negative test, but there is a possibility of recent exposure. A repeat test is usually recommended in at least 3 months. Serial testing എന്താണ്? In resource limited settings, serial testing may be recommended if the tests have a sensitivity and specificity of at least 99%. ഇനി പാരലൽ ടെസ്റ്റിംഗ് ഉണ്ട്. 2 different point of care tester
run simultaneously with a third test used as tiebreaker. A healthcare provider can determine the best type of HIV test for a patient based on their risk factor. Next question, according to CDC recommendation, HIV screening of pregnant women is opt-in test, opt-out test, compulsory and symptomatic. Answer, opt-out testing ആണ്. Opt-out approach ആണ് CDC recommend ചെയ്യുന്നത്, which is allowed in many jurisdictions and involves notifying a pregnant person that HIV testing will be performed as part of routine care unless they choose not to be tested. Next question, most effective more effective to prevent HIV vertical transmission. Vertical transmission prevent ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ തെറാപ്പി. ഹാർട്ട്, നെവിറാപ്പിൻ, സിഡോവിഡിൻ ആൻഡ് ഇലക്ടീവ് CS. ഇതിന് ആൻസർ ഹാർട്ട് ആണ്. ഓക്കെ, ഹൈലി ആക്റ്റീവ് ആന്റി റിട്രോവൈറൽ തെറാപ്പി. Heart is highly effective in preventing HIV vertical transmission from mother to child. ഇതിന്റെ എഫക്റ്റീവ്നെസ് at least below 5% can reduce the risk below 5% ആയിട്ട് റിലീസ് ചെയ്യുന്നത്. How it works? Reduces the amount of HIV in blood, also known as viral load, to the point where it's undetectable. World Health Organization recommendation അനുസരിച്ചിട്ട് the WHO recommends heart for all HIV positive pregnant women. Other strategies to prevent HIV vertical transmission include elective C-section. An elective C-section at 38 weeks can reduce the risk of vertical transmission, but it has increased risk of complication and high cost. Single dose nevirapine is also used for the mother at the start of labor, and a single dose of the baby can prevent vertical transmission. Then minimize membrane rupture. A prolonged rupture of membrane feeding is another route of HIV transmission with of 16%. Most industrialized countries recommend avoiding breastfeeding when safe water and formula are available. Next question, HIV post-exposure prophylaxis should be started within options 24 hours, 48 hours, 72 hours and 6 hours. Post-exposure prophylaxis should be started within 72 hours ആണ് answer. Post-exposure prophylaxis or PEP for HIV should be started within 72 hours or 3 days of a possible exposure to HIV. The sooner PEP is started, the better, as it's unlikely to prevent HIV infection if started more than 72 hours after exposure. PEP is a short course of HIV medicines that should only be used in emergency situations. It's not meant for regular use by people who may be exposed to HIV frequently. If you think you have been exposed to HIV, you should contact your health care provider, an emergency room doctor, or an urgent care provider right away. Some situations that may be indicate exposure indicates during sex. For example, if a condom broke, sharing needles, syringe, or other equipment to inject drugs. In sexual assault, PEP can cause side effect, but they are usually mild and can be managed with over-the-counter medication. Side effect പറയുന്നത് fatigue, nausea, vomiting, diarrhea and headaches. You should wait at least 4 to 8 weeks after finishing PEP before testing of HIV. Next question. In case of accidental exposure, the post-exposure HIV prophylaxis should be started immediately. Bust within accidental exposure എപ്പോഴാണ് തുടങ്ങേണ്ടത്? ആൻസർ 72 hours ആണ്. ഓക്കെ, അവിടെയും 72 hours തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് അഡൾട്ട് വെയിറ്റ് ബാൻഡ് കാറ്റഗറീസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് TB ഈസ്. വെയിറ്റ് ബാൻഡ് കാറ്റഗറീസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് TB, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻസ് 3, 4, 5, 6, 7. ആൻസർ 5 ആണ്. ഓക്കെ, 5 ബാൻഡ് കാറ്റഗറീസ് അതൊന്ന് നോക്കാവൂ. ഓക്കെ, വെയിറ്റ് ബാൻഡ് കാറ്റഗറീസും ഇന്റൻസീവ് ഫേസ് ആൻഡ് കണ്ടിന്യൂഷൻ ഫേസ് ഇത് രണ്ടും ഒന്ന് നോക്കാം. ഓക്കെ, അതിൽ 25 to 34 kg, അതിൽ ഇന്റൻസീവ് ഫേസിൽ വാല്യൂ വരുന്നത് 2, കണ്ടിന്യൂഷൻ ഫേസിൽ 2 ആണ് വരുന്നത്. 35 to 49 kg വെയിറ്റ് കാറ്റഗറിയിൽ IP3യും CP3യും ആണ്. 50 to 64 kg IP is 4 and
CP is 4. രണ്ടും സെയിം ആണ്. 65 to 75 kgയിലും 5 ആണ് വരുന്നത്. ഗ്രേറ്റർ ദാൻ 75 kg 6 ആണ്. ഓക്കെ, ഇനി അത് തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ആർ ദ കറന്റ് വെയിറ്റ് ബാൻഡ് കാറ്റഗറീസ് ഫോർ FDCs ഇൻ അഡൾട്ട് ആസ് പെർ NTEP? ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത്? ബി ആണ്, 25 to 34. നമ്മളിപ്പോ കണ്ടതില്ലേ, ഇത് തന്നെയാണ് ഒരു ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. MDR in TB is defined as resistance to which of the following drugs? Options: streptomycin, rifampicin, isoniazid. B. Streptomycin, rifampicin, and rifampicin, isoniazid, and streptomycin, isoniazid. 3 ഡ്രഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടുമാണ് ഓപ്ഷൻസ് ഉള്ളത്. ആൻസർ റിഫാംപിസിൻ ആൻഡ് ഐസോനയാസിഡ് ആണ്. ഓക്കെ, multi drug resistant tuberculosis MDR-TB is defined as resistance to at least the drugs isoniazid and rifampicin. Isoniazid is one of the most effective first line drugs for treating tuberculosis. Rifampicin is also the same. MDR-TB can also be resistant to other first line drugs. Other type of drug resistant tuberculosis include monoresistance, only resistance against only first line drug. Polyresistance to more than one first line drug, but not both isoniazid and rifampicin. Pre-extensively drug resistant tuberculosis, pre-XDR-TB, which is resistance to rifampicin and any fluoroquinolone. Extensively drug resistant tuberculosis and XDR-TB resistance to rifampicin, any fluoroquinolone, and at least one of the second line injectable drugs. For example, amikacin, capreomycin, and kanamycin. MDR-TB can be treated with second line drugs like bedaquiline, fluoroquinolones, but these treatments are more expensive and have more side effects than the first line treatments. Next question. Xpert MTB RIF test is used to detect options for assessing resistance to isoniazid, for assembling MTR, for assessing resistance to rifampicin, monitoring drug response in MDR-TB, and diagnosis of TB. Answer: for assessing resistance to rifampicin ആണ്. Okay, Xpert MTB RIF test is used to detect for assessing the resistance to rifampicin. It's a molecular test that detects TB and rifampicin resistance in clinical specimens. It helps to rapidly diagnose TB disease and identify drug resistance. Simultaneously detects Mycobacterium tuberculosis complex and resistance to rifampicin in less than 2 hours. It is faster than standard cultures, which can take 2 to 6 weeks. Conventional drug resistance simple. They require additional 3 weeks. However, the Xpert MTB RIF assays sensitivity. Sensitivity is less. Okay. അപ്പം എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത്? മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് കോംപ്ലക്സും റെസിസ്റ്റൻസ് ടു റിവാമ്പിസിൻ രണ്ടും ചെയ്യുന്നുണ്ട്. ഹൗ ലോങ് ഇറ്റ് ടേക്സ്? ലെസ് ദാൻ 2 hours. ഹൗ ഇറ്റ് വർക്ക്സ്? ഓട്ടോമേറ്റഡ് ടെസ്റ്റ് ദാറ്റ് ഡിറ്റക്ട്സ് DNA ഫ്രം ക്ലിനിക്കൽ സ്പെസിമെൻസ്. ബെനിഫിറ്റ്സ്: help select treatment regimens and make infection control decisions quickly. Next question. The patient presented for a screening test for TB. He doesn't have any signs or symptoms. The method of choice to detect TB during mass screening is options. നോക്കാം: tuberculin test, mass miniature radiography, sputum smear examination by direct microscopy, and sputum culture. No, answer വരുന്നത് sputum smear examination by direct microscopy എന്നുള്ളതാണ്. അപ്പോൾ sputum smear microscopy is a simple, inexpensive, and rapid technique that is widely used in primary health care laboratories. It is most critical sample for laboratory testing for pulmonary TB. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. The examination of sputum sample under a microscope look for acid fast bacilli. If it is present, the test is positive. Limitation എന്താണ്? Sputum smear microscopy has some limitation. Sensitivity is low if the bacterial load is less than 10,000 per ml. It has a poor track record for extrapulmonary tuberculosis, pediatric TB, and in patient co-infected with HIV and TB. Also, it requires multiple sputum examination over several days. Other tools for
diagnosis of TB, culture. A lab technician put sputum into special container to grow bacteria. Then such as Xpert MTB RIF. ഇതൊക്കെ NAT techniques ആണ്. Chest X-ray has a sensitivity of up to 73 to 95 and a specificity of 63%. Also, symptom screening is done. It has a variable sensitivity up to 93% and a variable specificity. Next question. To address the morbidity of COVID-19 and TB, the following activity should be done. Options നോക്കാം. Bi-directional TB COVID screening, TB screening for ILI cases, TB screening for SAR cases, and all of the above. Answer all of the above ആണ്. WHO Global Influenza Surveillance Standards defines the surveillance case divisions for influenza-like illness or ILI and severe acute respiratory infections, SARI. Bi-directional TB COVID screening എന്താണെന്ന് നോക്കാം. കോവിഡ് സ്ക്രീനിങ് ഫോർ ഓൾ ഡയഗ്നോസ്ഡ് TB patient and TB screening for all COVID positive patient should be conducted. COVID screening for diagnosed TB patient, all newly diagnosed TB patient or those currently on treatment should be tested for COVID-19 as per Ministry of Health and Family Welfare guidelines. TB screening for SARI cases is a process for identifying people at risk for tuberculosis disease among these severe acute respiratory illness. Eligibility. A SARI case may be eligible for TB screening if they have a 4-symptom complex, a history of TB, or a history of contact with a TB case. Symptoms 4-symptom complex എന്താണെന്ന് നോക്കാം. Coughing for more than 2 weeks or persistent fever for more than 2 weeks, significant weight loss and night sweats. This is the 4-symptom complex. അതാണ് അതിന്റെ eligibility for bi-directional TB COVID screening. TB screening for ILI case is a process for identifying people with ILI അല്ലെങ്കിൽ influenza-like illness who may be at risk for TB. The screening involves assessing symptoms may include chest X-ray and a nucleic acid amplification test or NAT. Eligibility. The ILI cases that meet any of the following criteria. A cough that lasts more than 2 weeks, a fever that lasts more than 2 weeks, or significant weight loss or night sweat. ഇതിൽ any of the criteria എന്ന് പറയുന്നത് എന്താണ്? Meet any of the following എന്നാണ്. A history of contact with a TB case, a history of TB, ILI symptoms that persist for more than 10 days. ഇനി ഡയഗ്നോസ്റ്റിക് അൽഗോരിതം ഇവിടെ പറയുന്നുണ്ട്. Involves performing a chest X-ray and an upfront NAT. If the NAT is positive, the patient is diagnosed with TB. And if the NAT is negative, the patient is linked with NTEP for TB management. The patient is also tested for COVID-19 as per MOHFW guidelines. Next question. From which of the given BMD test are performed? BMD test perform ചെയ്യുന്നത് എന്തിനാണ്? ഏത് ഡിസീസിനാണ്? ആർത്രൈറ്റിസ്, ഓസ്റ്റിയോമലേഷ്യ ആൻഡ് ഓസ്റ്റിയോപോറോസിസ്. ആൻസർ ഓസ്റ്റിയോപോറോസിസ് ആണ്. എ ബോൺ മിനറൽ ഡെൻസിറ്റി BMD test measures how much calcium and other minerals are present in the bone. This test is used to detect osteoporosis. Next question. Which of the following disease are not treated under DPT vaccines? Options: polio, diphtheria, tetanus and typhoid. Answer ഏതാണ്? Typhoid ആണ്. DPT vaccine refers to a class of vaccine given against 3 infections: diphtheria, polio and tetanus. That is DET. ഇതിൽ പെടാത്ത ഏതാണ്? ടൈഫോയിഡ് ആണ്.